ഹലോ മുത്തുമണീസ്, നമുക്കിന്ന് കുറച്ച് ചക്ക വറുത്തതുണ്ടാക്കാം. അപ്പം കുറച്ച് ചക്ക എടുത്ത് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ പറ്റിയിരിക്കുന്ന ഈ ചവണി എന്ന് പറയും നമ്മളിവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഈ ചക്ക ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞ് നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിത് അങ്ങനെ അരിഞ്ഞെടുത്തതാണ് കുറച്ച്. എന്നിട്ട് അത് നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക. അപ്പം നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാ സ്ഥലത്തും അതെത്താൻ വേണ്ടി. അതിനുശേഷം പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കുറച്ച് വെള്ളമില്ലാത്ത രീതിക്ക് എടുക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മളെ പുറത്തോട്ടൊക്കെ അത് പൊട്ടിത്തെറിക്കും. അപ്പം കുറച്ച് വെള്ളമില്ലാത്ത രീതിക്ക് എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നല്ല രീതിക്ക് എണ്ണ പിടിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതായി വരുള്ളൂ കേട്ടോ. അപ്പം ഇത് ഒരുവിധം നല്ല രീതിക്ക് അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചെറിയൊരു അരിപ്പ ഉപയോഗിച്ച് അതങ്ങ് കോരി മാറ്റാം. സൂക്ഷിച്ചൊക്കെ എടുക്കണം. അത് എണ്ണയൊന്നും സൈഡിലോട്ടൊന്നും വീഴാത്ത രീതിക്ക്, പുറത്തോട്ടൊന്നും വീഴാത്ത രീതിക്ക് നോക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ ബാക്കി കുറച്ചും കൂടെ അതിൻ്റെ അകത്തിട്ട് അതൊന്ന് നല്ല രീതിക്ക് വറുത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് ഇതായി വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം കോരി മാറ്റി നന്നായിട്ടത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.